അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നു മിസ്ല മൻ ഒരുത്തന്റെ കൂലി. എങ്ങനത്തെ ഒരുത്തനാ? സ്വല്ലാ മസ്ജിദൽ ഹറാം വ മസ്ജിദൽ മദീന വ മസ്ജിദൽ അഖ്സ മുഹമ്മദുർ റസൂലുള്ളാഹി. അഞ്ചാമത്തെ തറാവീഹ് നിസ്കരിച്ചവരുടെ കൂലിയാണ്. മക്കത്തെ പള്ളിയിൽ നിസ്കരിച്ച കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കത്തെ പള്ളിയുടെ പവർ എന്താണെന്നറിയാമോ? ഒരൊറ്റ റക്അത്ത് നിസ്കാരത്തിന് 1 ലക്ഷമല്ല 10 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. 1-2 റക്അത്തല്ല, 10 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലി മക്കത്തെ പള്ളി നിസ്കരിച്ചാലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഇവിടേക്ക് നമുക്ക് സുബ്ഹിന്റെ ശേഷം അസറിന് ശേഷം പല ടൈം കറാത്ത് നിസ്കരിക്കാൻ തഹരീമിന്റെ കറാത്ത് ഹറാമെന്ന് പറയാൻ കറാത്തുണ്ട്. മക്കത്തെ പള്ളിയിൽ കറാത്തില്ല. എന്തേ കാരണം? പാവട്ട് ഒരു 7-8 ലക്ഷം കൊടുത്തിട്ട് മക്കത്തെ പള്ളിയിൽ പോയിട്ട് കറാത്തിന്റെ സമയം നോക്കി നിന്നാല് റക്അത്തിന് എണ്ണം കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് 24 മണിക്കൂറും വൈകിട്ടൊക്കെ നിസ്കരിക്കാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ മക്കത്തെ പള്ളി അവിടെ നിസ്കരിച്ച് കൂടിയുണ്ട് പോരാ. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയില്ലേ, ആ മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ച കൂലിയുണ്ട്. അവിടെ റക്അത്ത് നിസ്കരിച്ച എത്ര കൂലി? 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. മദീനത്തെ പള്ളിയിൽ റക്അത്ത് നിസ്കരിച്ചാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അത് ഇന്നത്തെ തറാവീഹ് കൊണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിർത്തിയില്ല. ഞാനും നിങ്ങളും വല്ലാത്ത വേവനാതിപ്പെടുന്ന വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദുൽ അഖ്സയില്ലേ, അതിന്റെ ചുറ്റും ഒരുപാട് ബറക്കത്തുണ്ട്, ഒരുപാട് നിഅമത്തുണ്ട്. അമ്പിയാക്കന്മാർ പലരും അതിന്റെ ചുറ്റുമുണ്ട്. ആ മസ്ജിദുൽ അഖ്സയുടെ വിഷയത്തിൽ ഇന്നും നമ്മൾ വേദനിക്കുന്നു. ജൂതൻ പറയാറില്ല, അവരുടെ കരത്തിൽ അമർത്തിയിരിക്കുന്നു. 50 വയസ്സിന് കീഴ്പ്പെട്ടുള്ള 50 വയസ്സ് തികയാത്ത ആളുകളുണ്ട്, ചെറുപ്പക്കാർ. അവർക്ക് പ്രവേശനമില്ല. ഇവിടെ പ്രഖ്യാപനം ചെയ്തു. വിശുദ്ധ റമദാൻ വന്ന സമയം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, 50 വയസ്സിന്റെ മോളിലേക്ക് നിസ്കരിക്കാം, അല്ലാതെ പ്രവേശനം പാടില്ല എന്നാണ് ജൂതൻ പടയാളികൾ പ്രഖ്യാപിച്ചത്. എങ്കിൽ ആ പള്ളിന്റെ പവർ എന്താ? ഒരുപാട് ചരിത്രം വിശ്രമിക്കുന്ന ആ പള്ളിയാണ്. ആ പള്ളി നിസ്കരിച്ച കൂലിയുണ്ട്. അവിടെ നിസ്കരിച്ചാലോ 500 റക്അത്ത് നിസ്കരിച്ച കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അഖ്സ പള്ളി നിസ്കരിച്ച 1 റക്അത്തിന് 500. അപ്പൊ 500ന്റെയും 1000ന്റെയും 10 ലക്ഷത്തിന്റെയും കൂലി ഇന്നലെ തറാവീഹ് കിട്ടി. നഷ്ടപ്പെട്ടവർക്ക് പോയി. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലൊന്നും ഒരൊറ്റ കാര്യം അറിയിക്കാം. നമ്മളിതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ 5 നേരം നിസ്കാരം, ഈ തറാവീഹ്, ഈ നോമ്പും, ഈ ഹജ്ജും, ഈ സക്കാത്തും ഒക്കെ നമ്മൾ അധ്വാനിക്കുന്നതും സമ്പത്തുണ്ടാക്കുന്നതും ഒക്കെ എന്തിനാ? മാന്യമായി ജീവിക്കണം. എന്നിട്ട് എന്ത് വേണം? മാന്യമായി മരിക്കണം. എന്നിട്ട് എന്ത് വേണം? സ്വർഗം കിട്ടണം. അതെന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് അതാരും പാഴാക്കാതെ ഇൻഷാ അല്ലാഹ് എന്ത് ക്ഷീണമാണെങ്കിലും എന്ത് തളർച്ചയാണെങ്കിലും വിഷമാണെങ്കിലും വകവെക്കാതെ ഈ ഒരു മാസം, 5 മാസങ്ങൾ വേണം, പ്രത്യേകിച്ച് ഓഫർ നൽകപ്പെട്ട ഈ മാസം വേണ്ട പോലെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങൾ വിഷമിക്കുന്ന രക്തം നീട്ടിപ്പാറ്റി പറയുമ്പോൾ ക്ഷീണം നടച്ചിട്ടുണ്ടാകും. എന്റെ ഒരുപാട് ജോലി ആളുകളാണല്ലോ, അപ്പൊ ആരും വിഷമിക്കാൻ പാടില്ല. കാര്യം നടക്കും വേണം. ഒരു ഉമ്മാമ പറഞ്ഞ പോലെ ചക്ക മുറിയും വേണം, ഒരു അറാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ, പൊതു പൊട്ടാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കണം, ഒക്കെ ഭംഗിയാവണം. ഒരൊറ്റ നോവ് നഷ്ടപ്പെടാതെ, ഒരൊറ്റ തറാവ് നഷ്ടപ്പെടുത്താതെ, ഒരു ഹത്തെങ്കിലും തീർത്ത് റാഹത്തോടെ മുന്നോട്ട് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رحمن رحيم يا الله ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, അംഗീകരിക്കണേ റബ്ബേ. ഞങ്ങൾ നോറ്റ നോമ്പ്, ഞങ്ങൾ നിൽക്കുന്ന തറാവീഹ്, മറ്റു നിസ്കാരങ്ങൾ, വിശുദ്ധ ഖുർആൻ ഓത്ത്, അദ്കാർ, ദിക്ർ, സ്വലാത്ത് എല്ലാം കബൂലാക്കണം റബ്ബേ. ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കുളിർക്ക കണ്ട് മരിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മകൻ ഞങ്ങൾക്ക് കാണണോ, സ്വർഗത്തിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണണോ, അത് കണ്ടുകൊണ്ട് സന്തോഷിക്കണോ, പുഞ്ചിരിയോടുകൂടെ മരിക്കണം. തെറ്റി
ഒന്ന് വേർക്കണോ, മുഖമൊന്ന് വിശാലമാവണോ, ആ നിലക്ക് ഞങ്ങൾക്ക് മരിക്കണമല്ലോ. അതിന് റമദാൻ കാരണമാക്കണേ അല്ല, നോമ്പ് കാരണമാക്കണേ അല്ല, തറാവി കാരണമാക്കണേ അല്ല. പടച്ചവനിരിക്കുന്ന ഉപ്പമാർ ചെറുപ്പക്കാർ മക്കള് ഒരുപാട് ക്ഷീണമുള്ളവരാണ്, ജോലിക്ക് പോകുന്നവരാണ്. അവര് ക്ഷീണം വക്കല്ല റബ്ബേ, തളർത്തല്ല റബ്ബേ, ആഫിയത്തിന് ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. രോഗം കൊണ്ട് വിഷമമുള്ള പലരും വീട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, നാട്ടിലുണ്ട്, സുഹൃത്തുബന്ധത്തിലുണ്ട്. അല്ലാഹ് ഈ മാസത്തിന്റെ പോരിശം കൊണ്ട് ശിവ നൽകണമല്ലോ, ശിവ നൽകണമല്ലോ. മരിക്കുന്ന കാലഘട്ടം അത്രയും നിന്ന് നിസ്കരിക്കാൻ അവസരം നൽകണേ അല്ലോ. ഒരു ഇബാദത്തും മുടക്കല്ല റബ്ബേ, റാഹത്ത് നൽകണമല്ലോ. അതിലുപരി ഞങ്ങൾ ഉപ്പമാർ ദേശാരന്മാര് പലരും ഖബറിലുണ്ട്. അവരിലേക്ക് പ്രകാശം എത്തിക്കണേ അല്ലോ, അവർ ഖബറിനെ വിശാലമാക്കണേ അല്ലോ, സ്വർഗ്ഗം അലങ്കരിക്കണേ അല്ലോ. അവർക്കും ഞങ്ങൾക്കും പൊന്നാര നബിയോടുകൂടെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോടുകൂടെ സ്വർഗ്ഗീയ ലോകത്ത് സമ്മേളിക്കാൻ തൗഫീഖ് നൽകണേ അല്ലോ, സൗഭാഗ്യം നൽകണേ അല്ലോ. ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ അല്ലോ. പടച്ചവരികൾ പള്ളിയിൽ വന്ന് തറാവി നിസ്കരിച്ചു, കൂട്ടമായി ദുആ ചെയ്തു. പക്ഷേ ഉപ്പമാർ അടുക്കളയിലാണ്, പാവങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. വീട് സംരക്ഷിക്കണോ, മക്കളെ നോക്കണോ. ഞങ്ങൾക്കുള്ള ആണുങ്ങൾക്കുള്ള ജോലി 8 മണി മുതൽ 6 മണി വരെയാണ്, അല്ലെങ്കിൽ 7 മണി വരെയാണ്. ഉപ്പമാരുടെ ജോലി 24 മണിക്കൂറുമാണ്. അവരെ ജോലി കാണാനില്ലല്ലോ, എന്നാൽ ഒഴിവില്ലല്ലോ. അല്ല, അവരെ നീ കബൂലാക്കണേ റബ്ബേ, അവർക്ക് പൊറുക്കണേ അല്ല, അവരെ സ്വീകരിക്കണേ അല്ല, അവരെ അംഗീകരിക്കണേ അല്ല, റഹ്മത്ത് ചൊരിയണേ അല്ല. അവർക്കും ഞങ്ങൾക്കും മുത്തുനബി നമ്മളോടുകൂടി സ്വർഗ്ഗീയ ലോകത്ത് സമ്മേളിക്കാൻ തൗഫീഖ് നൽകണേ അല്ല. ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ അല്ല. രോഗങ്ങൾക്ക് ശിഫയാക്കണേ അല്ല, കടങ്ങൾക്ക് വീട്ടണേ അല്ല, പ്രയാസങ്ങൾ അകറ്റണേ അല്ല. ദീർഘകാലം നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് പൊരുത്തത്തിൽ മരിക്കാൻ അവസരം നൽകണേ അല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.